കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഒരു രഹസ്യ നീക്കം കേരളത്തിൽ നടത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭയക്കേണ്ടത് ആരെയാണ്? അത് കോൺഗ്രസിനെയല്ല, മറിച്ച് BJP ആണെന്ന് CPMന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP ഓരോ തദ്ദേശ വാർഡുകളിലും നടത്തുന്ന വലിയ നീക്കങ്ങൾ അത് നിരീക്ഷിക്കാൻ CPM രഹസ്യ സംഘങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. CPMന്റെ സ്പെഷ്യൽ സ്ക്വാഡുകൾ ഇനി BJPയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനായി തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്ന ഒരു റിപ്പോർട്ട് CPMന്റെ അകത്ത് നിന്ന്, ഒരു ആഭ്യന്തര റിപ്പോർട്ട് വന്നിട്ടുണ്ട് CPMന് അകത്ത് നിന്ന് തന്നെ. കാരണം ഇത്തവണ തിരുവനന്തപുരത്തായിരുന്നാലും തൃശ്ശൂരായിരുന്നാലും BJPക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലെയും കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളിലും പ്രധാനമായും കുറച്ച് കൂടുതൽ BJPയെ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ഈ സ്ക്വാഡുകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ മേയർക്കെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം വലിയ രീതിയിൽ BJPയിലേക്ക് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളും അവിടെയുള്ള ഈഴവ സമുദായവും അടുക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും CPMന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലും BJPയെ കുറച്ച് കൂടുതൽ നിരീക്ഷിക്കാനും, എന്നാൽ ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP വളരെ വലിയ രീതിയിൽ വളർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ CPM അവിടെ തങ്ങളുടെ പ്രവർത്തകരോട് അതിനെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്താനും ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.